ഇപ്പോൾ ഒരുമിച്ചാണ് പറയണു. നാളെ വരെ ഇതെങ്ങനെ മാറും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. കടയിൽ എല്ലാവരും ഒരുമിച്ച് തന്നെ. അതിൽ ചെറിയ പിടി ഇല്ല. അവർ എറണാകുളത്തുണ്ട്, എപ്പപ്പടുത്ത് വരും. അയാൾ കടയിലേക്ക് താല്പര്യം ഒരു അധികം വരാൻ. ജോലി ഇത്തിരി മടിയുള്ള ആളാണ്. ചീത്ത പറയാവുന്ന ആൾക്കാരെ കഴിച്ചാൽ ഈ പറഞ്ഞപ്പോൾ അവരെന്നെ തല്ലാന്നല്ലേ. എത്ര വലിയ കുട്ടികളല്ലേ. ഇനിയിപ്പോൾ അവർ വലിയവരായില്ലേ. ഞാൻ ഇപ്പം ചെറിയ കുട്ടിയായി. അപ്പം ഞാൻ ചെറിയ കുട്ടിയായി, അവർ വലിയവരാണ്. അപ്പോൾ അവരെന്തെങ്കിലും ചീത്ത പറഞ്ഞാൽ എനിക്ക് നിങ്ങൾ കേൾക്കുമ്പോൾ മോശമല്ലേ. അപ്പം അതിനുള്ള വഴി വയ്ക്കില്ല അധികം. ഒരു കൊല്ലം മുമ്പേ 2 അടി കിട്ടിയില്ലായിരുന്നു ഇയാൾക്ക് തന്നെ. അത് പറയണേ കൊണ്ടൊന്നും മോശമില്ലല്ലോ. എന്തോ എനിക്ക് പറ്റിയില്ല, 2 അടി കൊടുത്തു. ഒന്നും മിണ്ടിയില്ല. മടിച്ചോ കുഴപ്പമില്ല, അത്രയാണ്. തിരിച്ചതൊന്നും ആരും അങ്ങനെ പറയില്ല. മറിച്ചൊന്നും അങ്ങനെ ആരും പറയാറില്ല. ദേഷ്യം വന്നാൽ നമുക്ക് തോന്നില്ലേ അവർക്ക് ശരിയല്ലാന്ന്. നമ്മൾ അതിനനുസരിച്ചിട്ട് പോവുക. അങ്ങനെ എല്ലാ വീട്ടിലും അങ്ങനെ ചെയ്താൽ മതി. എന്നാൽ അധികം വഴക്കൊന്നും ഉണ്ടാവില്ല. കൃത്യമായിട്ട് പോവാം, എല്ലാവർക്കും കൂടി പോവാം. അതൊരു സുഖമാണേ. ഒരാൾ ഹോസ്പിറ്റലിൽ പോയി, അപ്പോൾ അടുത്ത വീട്ടിൽ നിന്നൊക്കെ ആൾക്കാരെ വിളിച്ചു കൂട്ടണ്ടേ. എനിക്ക് ലേശം കഞ്ഞി വേണം, അല്ല എന്തെങ്കിലും കൊണ്ടുവരണം, കുറച്ച് പൊടിയരി കഞ്ഞി വേണം. ഇതിപ്പം നമ്മൾ തന്നെ ചെയ്യുക. അപ്പോൾ അവരെന്നെ തമ്മിലൊക്കെ ചെയ്തോളല്ലോ. ഒരാൾ ഹോസ്പിറ്റലിൽ കിടക്കുകയാണെന്ന് വെച്ചാൽ 2 ദിവസം കിടക്കണം വേണ്ടി വന്നു വിചാരിക്കുക. അപ്പോൾ ഒരാൾ അടുത്ത് നിൽക്കാണ്ടാവും, ഒരാൾ ഇവിടുന്ന് കഞ്ഞി കൊണ്ടുപോകാണ്ടാവും. ഇവിടുത്തെ കാര്യങ്ങൾ നടക്കും. ഒക്കെ ഓരോരുത്തർ ഓരോ വഴിക്ക് പോയിട്ടുണ്ടെങ്കിൽ നടക്കുമോ? നടക്കില്ല. അങ്ങനെയുള്ളൊരു സുഖ സൗകര്യമാണ് നിൽക്കുക. കൺട്രോൾ നമ്മുടെ തന്നെ ഒരു സംശയമില്ല കാര്യത്തിൽ. അതായത് ഇപ്പം ഞങ്ങൾ എല്ലാം ചെയ്യേണ്ട എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും അറിയെങ്കിലും ചെയ്യുന്നത് ഞങ്ങളാണെങ്കിലും കൂടിയിട്ട് അതിൻ്റെ അമരത്ത് നമ്മുടെ കൺട്രോളാണ്. ഞങ്ങളുടെ ഇപ്പം നിങ്ങൾ തന്നെയല്ലേ ചെയ്യാന്ന് ചോദിക്കും. എന്തായാലും ചോദിച്ചാൽ പറയും നിങ്ങളുടെ ഇത് വെച്ചാൽ ചെയ്തു. പക്ഷെ ഞങ്ങൾ ചെയ്യുന്നത് നമ്മുടെ മനസ്സ് ഉൾക്കൊണ്ടിട്ടുണ്ടായിരിക്കും. അപ്പം നമ്മൾ വിചാരിച്ച കാര്യം തന്നെയായിരിക്കും ഞങ്ങൾ പറയാൻ പോകുന്നത്. പക്ഷേ എങ്കിലും കൂടിയിട്ട് നമ്മളത് ചെയ്യുമ്പോൾ ആദ്യം ചോദിക്കുക, നമ്മൾ എന്ത് ചെയ്യല്ലേ, അതെന്താ അതിന് വല്ല ഭവിഷ്യത്തുണ്ടോ, അതല്ലെങ്കിൽ അതെന്താ ചെയ്യാൻ, അതന്നെ ഞാൻ ഉദ്ദേശിക്കുന്നതെന്നുള്ള അമ്മ അപ്പം തന്നെ പറയും. അത് ശരിക്കും പറയാൻ വെച്ചാൽ അത് ആ മക്കളും അമ്മയും തമ്മിലുള്ള ഒരു ആത്മബന്ധം തന്നെ പറയാം. കൂട്ടുകുടുംബം അത് കുടുംബം തന്നെയുണ്ട് അവരുടെ. എല്ലാം ബ്രദേഴ്സ് എല്ലാവരും ഒരു വീട്ടിൽ താമസിക്കുന്ന വളരെ അപൂർവമായിട്ടുള്ള കാഴ്ചയാണത്. എല്ലാവരും ഒരേ 3-4 ബ്രദേഴ്സും അവരുടെ ഭാര്യമാരും കുട്ടികളും ആർക്കൊരു ഉറുപ്പില്ലാതെ ജീവിക്കുന്നു. വളരെ ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ അപൂർവമായിട്ട് കാണുന്നു. എല്ലാവരും അവിടെ സഹകരിച്ച് അവരുടെ ഭാര്യമാരൊക്കെ 4 ഭാര്യമാരും 3 ബ്രദേഴ്സും ഇവിടെ ഉണ്ട്, ഫുള്ളായിട്ടുണ്ട്. അമ്മയുണ്ട്. ഞങ്ങൾ വരുന്ന കാലത്ത് ഒരു ചെറിയൊരു കച്ചവടമായിരുന്നു. ചായ കച്ചവടം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 3 പേര് ഭക്ഷണം കഴിക്കാനുണ്ടായിരുന്നുള്ളൂ, 3 കഴിക്കാം. ഇപ്പം ഞങ്ങൾ വന്ന് ഇത്ര വർഷമായി. ഇപ്പം ഞങ്ങളൊരു 10-200 ആൾ 250 ആൾ വരെയുള്ള ഭക്ഷണം ഞങ്ങൾ തന്നെ ഉണ്ടാക്കും. ഞങ്ങൾ 4 പേരും കൂടി ഞങ്ങൾ എല്ലാ പണിയും അഡ്ജസ്റ്റ് ചെയ്ത് എല്ലാവരും ചെയ്യും. ഞങ്ങൾ 5 മണിക്ക് നിൽക്കും. പിന്നെ അമ്മ എന്താ വെച്ചാൽ ഞങ്ങളെക്കാൾ കൂടുതൽ അമ്മയ്ക്ക് കൂടുതൽ ചായവും എല്ലാം മരുമക്കളോടാണ്. കുടുംബത്തിനെ ഒരേപോലെ കൊണ്ടുപോകാനും അവർ ബിസിനസ്സിനെ ഒരേപോലെ കൊണ്ടുപോകാനും അതേപോലെ വന്ന മരുമക്കളായാലും ശരി, മക്കളായാലും ശരി, പേരക്കുട്ടികളായാലും ശരി, ഒരേപോലെ സ്നേഹിക്കുക എന്നുള്ളത് അവരെ എന്താണെന്ന് പറയേണ്ടത്, അതിലുള്ളൊരു അടങ്ങിയൊരു വലിയൊരു കഴിവ് തന്നെയാണ് അവർക്ക്. ഇപ്പോൾ പുറമെന്ന് ഒരാൾ കയറി വന്നാലും ശരി, നമ്മളോട് പെരുമാറുന്ന പോലെ തന്നെ അവർ എല്ലാവരോടും പെരുമാറും. അതവർക്ക് നല്ലൊരു കഴിവാണ്. പക്ഷേ ഞങ്ങളുടെ സാറുമാരൊക്കെ ആരും ഇവിടെ വന്ന് ഭക്ഷണം കഴിക്കാത്തതിനും പറയാറുണ്ട്, അമ്മ വന്ന് ഭക്ഷണം കഴിച്ച് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുമ്പോൾ എന്താ ഇനി വേണ്ടത്, എന്താ മോനെ എന്ന് ചോദിക്കൂ. ഒന്ന് ഭക്ഷണം വിളമ്പി കൊടുക്കുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെയാണെന്ന് ഞങ്ങളുടെ സാറുമാരൊക്കെ ഞങ്ങൾ എപ്പോഴും പറയാറുണ്ട്. പാതയോരത്ത് നിന്ന് അല്പം ഉള്ളിലേക്ക് മാറി നിർമ്മിച്ച കെട്ടിടത്തിലാണ് ഇപ്പോൾ ഹോട്ടൽ നടക്കുന്നത്. ഒരു സ്മൃതി മുദ്രയായി പഴയ കെട്ടിടം പൊളിക്കാതെ നിർത്തിയിട്ടുണ്ട്. അത് നമ്മൾക്കൊരു പഴയ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ഇവരെ ഞങ്ങൾ ആദ്യമായിട്ട് മേടിച്ച സ്ഥലം അവിടെയാണ്. അവിടെ നിന്നാണ് നമ്മളിതൊക്കെ ഉണ്ടായത്. അപ്പോൾ അത് കാരണം പൊളിക്കുന്നില്ല. റിപ്പയർ ചെയ്തിട്ട് നമുക്ക് പഴയ മാതിരി തന്നെ ആക്കണം എന്ന് വെച്ചിട്ടുണ്ട്. അച്ഛനെ ഇപ്പോഴും അതിൻ്റെ ഉള്ളിലാണ് ആത്മാവെന്ന് നമുക്ക് തോന്നൽ. അപ്പോൾ അത് പൊളിക്കാൻ തോന്നില്ല. ഇപ്പോഴും ഇവിടെ വിളക്ക് കത്തിക്കും, ദിവസേന വിളക്ക് കത്തിക്കുന്നുണ്ട് അവിടെ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ പോയില്ലെങ്കിൽ സമാധാനമില്ല. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമ്മൾ താമസിക്കില്ല എന്ന് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിലുണ്ട്. പാത്രങ്ങളൊക്കെ അവിടെ ഉണ്ട്, എല്ലാ സാധനങ്ങളും ഉണ്ട്. അത് പൊളിക്കണില്ല എന്നൊരു ഉദ്ദേശമേ ഉള്ളൂ, വേറൊന്നുമില്ല.
കാലത്ത് 5 മണി മുതൽ രാത്രി 8 മണി വരെ പ്രവർത്തിക്കുന്ന ഹോട്ടലിൽ സ്ഥിരം അതിഥികളെക്കാൾ ഏറെ കേട്ടറിഞ്ഞെത്തുന്ന യാത്രക്കാരാണ് ഉപഭോക്താക്കൾ. ഭക്ഷണച്ചന്ത അപവാദരഹിതമാം വിധം മായക്കലർപ്പുകളുടെ ഉത്സവമായി തീർന്നിട്ടുള്ള വർത്തമാന അവസ്ഥയിൽ സുതാര്യമായ വിശ്വസ്തതയാണ് ജയഭാരതിന്റെ ആകർഷണമെന്ന് അനുഭവസ്ഥർ ഒരേ സ്വരത്തിൽ ആവർത്തിക്കുന്നു. വഴിയാത്രക്കാരുടെയാണ് കച്ചവടം നമുക്ക്, അതും പറയാം. ദൂരക്കാരുടെയൊക്കെ അങ്ങനെ പോകുന്നവരൊക്കെ നമുക്ക് വന്നിട്ട് വർഷത്തിനൊക്കെ വരും. ഒരു പ്രാവശ്യം വന്ന് അവർ പിന്നെയും വരും. ഒരു ദിവസം ചില ദിവസം 3 പ്രാവശ്യമൊക്കെ വരുന്നവരുണ്ട്. ഇവിടെ എവിടെയെങ്കിലുമൊക്കെ ചുറ്റിക്കറങ്ങാന്ന് വെച്ചാൽ 3 പ്രാവശ്യം വന്നൊരു ഭക്ഷണം കഴിച്ച് പോകുന്നവരുണ്ട്. പഴയ ആളോട് സംസാരിക്കുമ്പോൾ അവരൊരു കാര്യം പറയാറുണ്ട്, ഈ പണിയിലൊരു സത്യം ഉണ്ട് എന്ന് പറയാറുണ്ട്. അത് വേറൊന്നുമല്ല, നമ്മുടെ പുതിയ ഇംഗ്ലീഷ് ഭാഷയിൽ പറഞ്ഞാൽ എത്തിക്സ് എന്നതിനാണ് അർത്ഥം. അപ്പോൾ ഇവിടെ ഈ ഒരു ഭക്ഷണം കൊടുക്കുക എന്നുള്ള ഒരു പണിയിൽ ഒരു എത്തിക്സ് പുലർത്തുന്നുണ്ടെന്നുള്ളതാണ്. എന്തെങ്കിലും കൊടുത്താൽ പോരാ, നല്ല സാധനങ്ങൾ നന്നായിട്ട് കൊടുക്കുക എന്നുള്ള രീതി. ഈ ഒരു പുരുഷാർത്ഥകൂത്തിൽ പറയുന്നുണ്ട്, സരസന്മാരെന്ന് പറയാറുണ്ട്. നന്നായിട്ട് ആളുകളെ സ്വീകരിക്കുകയും നല്ല രീതിയിൽ അവരെ സന്തോഷിച്ചു വിടുകയും ചെയ്യുന്ന, അത് തന്നെയാണ് എത്തിക്സ് ഞാൻ പറയുന്നത്. അതിൽ മായം കലർത്താതിരിക്കുക, അതും പ്രധാനമാണല്ലോ. ഭക്ഷണം എങ്ങനെ വേണിച്ചാൽ കൊടുക്കാം. എനിക്ക് തോന്നുന്നു ഭക്ഷണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് പെട്ടെന്ന് ദഹിക്കുന്ന ഭക്ഷണമായിരിക്കും ഏറ്റവും നല്ല ഭക്ഷണം. അപ്പോൾ ഇവിടെ ഞങ്ങൾ പലപ്പോഴും പറയാറുണ്ട്, ഇവിടുന്ന് ഭക്ഷണം നിറച്ച് കഴിച്ചാലും പെട്ടെന്ന് ദഹിക്കാറുണ്ട്. പെട്ടെന്ന് ദഹിക്കുന്നു പറഞ്ഞാൽ അതിൻ്റെ അർത്ഥമായിരിക്കും യാതൊരു മായമില്ല, വിശ്വസിച്ച് കഴിക്കാം എന്നുള്ളതാണ്. ഇന്നിപ്പോൾ നമുക്കറിയാം, ഏറ്റവും കൂടുതൽ വെളിയിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്ന ആൾക്കാർ വീടടുത്തുണ്ടെങ്കിലും ചിലപ്പോൾ ഇത് കഴിച്ചിട്ട് വൈകിട്ടൊരു പാഴ്സലും വാങ്ങിച്ചിട്ട് പോകുന്ന ഇതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ലൈഫ് സ്റ്റൈൽ ഡിസീസ് ഒരുപാട് കൂടുതലാണ്. ഇപ്പോൾ കൊളസ്ട്രോൾ ആയാലും BP, ഷുഗർ തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങൾ. പക്ഷേ ഇത് പറഞ്ഞാൽ നമുക്ക് ശരിക്കും ഹോംലി ഫുഡായിട്ടാണ് കിട്ടുന്നത്. ഇപ്പോൾ ഒരു വാണിയംകുളത്തെ ഹെൽത്ത് ഇൻസ്പെക്ടർ എന്ന ഔദ്യോഗിക ഇതിൽ വെച്ച് പറയുമ്പോൾ നമ്മൾ പീരിയോഡിക്കലായിട്ട് എല്ലാ ഹോട്ടലുകളിലും പരിശോധന നടത്താറുണ്ട്. ഭക്ഷണശാലകളിലെല്ലാം, ഫുഡ് എസ്റ്റാബ്ലിഷ്മെൻറ്റ്സിലെല്ലാം പരിശോധന നടത്താറുണ്ട്. അപ്പോൾ അപൂർവം നല്ല ഹോട്ടലുകൾ വെച്ച് ഏറ്റവും മികച്ചായിട്ടുള്ള ഒരു ഹോട്ടലാണ് ഹോട്ടൽ ജയഭാരത്. മലയാള സിനിമയിലെ ഫ്യൂഡൽ കഥാഭൂമികയായ ഒറ്റപ്പാലത്തും പരിസരത്തും ഷൂട്ടിങ്ങിനെത്തുന്ന താരങ്ങളിൽ പലരുടെയും ഇഷ്ട വഴിത്താവളമാണ് ജയഭാരത്. അവരിൽ പലരും മാധവിയമ്മയെ തേടി അടുക്കള വരെ എത്തുന്നു, കുശലാന്വേഷണം നടത്തും. താരങ്ങൾക്കും സാധാരണക്കാർക്കും ഒരേപോലെ അവർ ഭക്ഷണവും സ്നേഹവും വിളമ്പുന്നു. സമയം തെറ്റിയെത്തുന്നവരെയും അവർ വിശന്ന വയറോടെ തിരിച്ചയക്കാറില്ല. കലവറിയിൽ ലഭ്യമായവ ഉപയോഗിച്ച് എന്തെങ്കിലും തയ്യാറാക്കി കൊടുക്കുന്നു. കച്ചവടത്തിന്റെ യുക്തിയല്ല, സഹജീവിയോടുള്ള ധർമ്മബോധമാണ് ഇക്കാര്യത്തിൽ മാധവിയമ്മയെ നയിക്കുന്നത്. ഒറ്റപ്പാലത്ത് എല്ലാ നടീനന്മാരും ഇവിടെ ഉണ്ടാകാൻ കാരണം അവർക്ക് ഭക്ഷണത്തിനോട് വല്ല താല്പര്യം ഉണ്ടാവും, അല്ലാണ്ട് ഇപ്പോൾ നമ്മളോട് താല്പര്യമാവില്ലല്ലോ. അത്രയല്ലേ പറയാൻ പറ്റും. ഭക്ഷണത്തിന് വല്ല താല്പര്യം ഉണ്ടാവും. പിന്നെ ചിലരൊന്നും വരുമ്പോൾ എനിക്ക് അറിയൂല, ചിലരൊക്കെ അറിയാം. ചിലരൊക്കെ വന്നിട്ട് അത്തേക്ക് വരുമൊക്കെ ചെയ്യും, കയ്യൊക്കെ പിടിച്ച് നിന്നിട്ട് ഇപ്പോൾ നന്നായി എന്നും പറഞ്ഞിട്ട് പോകും. അത്രയൊക്കെ നമുക്ക് പറയാൻ പറ്റും. അത് നമ്മളിവിടെ ഉള്ളപ്പോൾ തന്നെ താഴത്തുള്ളപ്പോൾ വന്നിട്ടുണ്ടായിരുന്നു. ഭയങ്കര ഇഷ്ടമായിരിക്കും ഭക്ഷണത്തിനൊക്കെ. നമ്മൾ ഉണ്ടാക്കുന്നിടത്തോടെ വന്നിട്ട് വരുന്നു. അല്ലേ, നമ്മളെ വലിയുള്ള ആൾക്കാരെക്കാളും ഭയങ്കര സ്നേഹങ്ങൾക്ക്. നമ്മൾ മുമ്പേ കണ്ടിട്ട് കൂടിയില്ല അവരൊന്നും. അത്ര ഇഷ്ടമായിട്ടാണ് പോയത്. ചമ്മന്തിപ്പൊടി ഇപ്പം ഉണ്ടാക്കാറില്ലേ? ഉണ്ടാക്കാൻ സമയം കിട്ടില്ല. കുറച്ച് നേരം അധികം നേരം ഒന്ന് വറുത്ത് പൊടിച്ചൊക്കെ ഉണ്ടാക്കണ്ടേ. അതുകൊണ്ട് അതിപ്പോൾ കിട്ടാറില്ല. ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒരു ദിവസം ഉണ്ടാക്കും. അപ്പോൾ അതിൽ കിട്ടിയവർക്ക് കിട്ടും, കിട്ടാത്തവർക്ക് കിട്ടില്ല. ഏത് രാത്രി എപ്പോൾ വന്നാലും ചിലപ്പോൾ ഒന്ന് ഫോൺ ചെയ്ത് പറയും, ചിലപ്പോൾ അതുപോലും ഉണ്ടാവില്ല. ഉള്ളത് അടുക്കളയിലുള്ളതിൻ്റെ ഒരു ഭാഗം, ഒരു പിടിച്ചോറോ അല്ലെങ്കിൽ ഒരു ദോശയോ എന്താ വെച്ചാൽ ഏത് സമയത്ത് വന്നാലും കിട്ടുന്നൊരു വല്ലാത്തൊരു ഉറപ്പാണ്. അത് ഇല്ലാതെയായിട്ട് വേറൊരു നാട്ടിൽ താമസിക്കുമ്പോഴേ അതിൻ്റെ ഒരു വില മനസ്സിലാവുള്ളൂ. അടുക്കളയിൽ നിന്ന് കയ്പും വെറുപ്പും മാത്രമല്ല, സ്നേഹവും മാധുര്യവും കൂടി ഉൽപ്പാദിപ്പിക്കുക സാധ്യമാണെന്ന് മാധവിയമ്മ വിശ്വസിക്കുന്നു. ഏത് ഭോജ്യത്തിന്റെ രുചിയെയും വിലോഭനീയമാക്കുന്നത് അതിൽ കലരുന്ന മമതയുടെ ഉപ്പാണെന്ന് ഈ അമ്മ തെളിയിക്കുന്നു. ഈ അന്നപൂർണയുടെ മനസ്സ് അക്ഷയപാത്രം പോലെ നിത്യധന്യമാകുന്നു. സമ്പാദ്യം നമ്മളിത് ചെയ്യണം തന്നെ. സമ്പാദ്യം അത് സന്തോഷിച്ച് കൊടുക്കുക. ഇതിനൊരു മടുപ്പില്ല. ഇപ്പോൾ വിശന്നിട്ട് വരിക പറഞ്ഞാൽ നമ്മളുടെ ഭക്ഷണമായാലും വേണ്ടില്ല,
അതെടുത്ത് കൊടുക്കണം. അത് കൊടുക്കും ചെയ്യും. ഞങ്ങളെല്ലാ കുട്ടികളൊക്കെ അങ്ങനെ നമ്മൾ കഴിച്ചില്ലെങ്കിൽ അവർക്ക് കൊടുക്കുക പറയും. പൈസയ്ക്ക് മാത്രം കണക്കാക്കിയിട്ടല്ല, ഇത്തിരി വൈകി വന്ന സാധനം ഇല്ലെങ്കിലും നമ്മളെന്താ അപ്പം ഉണ്ടാക്കി കൊടുക്കാൻ സാധിക്കാതെ അങ്ങനെയൊക്കെ ചെയ്തിരുന്നു. ഇപ്പോഴും ചെയ്യുന്നുണ്ട്. ഇതെന്നല്ലേ നമ്മൾ എന്തുണ്ടെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും ഭക്ഷണം കഴിക്കലും എല്ലാതും നല്ല. അപ്പം നമുക്കതിനൊരു വെറുത്തിട്ട് നമ്മളിത് ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ ആൾക്കാർ പറ്റുന്ന വലിയ പറഞ്ഞാൽ അത് നമുക്കത് അങ്ങനെ സംഭവിക്കുള്ളൂ. അപ്പോൾ നമ്മൾ ഒരു കച്ചവടക്കാരെയും കുറ്റം പറയാൻ പാടില്ല. എല്ലാവരും വയറ്റുപഴപ്പിനാണ്. അവർക്ക് അരിക്കാശ് കിട്ടണം, നമ്മൾക്കും കിട്ടണം. അതേ ഉള്ളൂ. ഒരാളവിടെ തുടങ്ങാൻ പറഞ്ഞാൽ ഞങ്ങൾക്ക് കംപ്ലൈൻ്റ് ഇല്ല. അവർ തുടങ്ങിക്കോട്ടെ, അവർ അരി മേടിക്കാനല്ലേ. ഇത് മോഹം കൊണ്ട് ഒരാളും കച്ചവടം ചെയ്യില്ല. ജോലി ചെയ്യാൻ വയ്ക്കണ്ടേ. അപ്പോൾ നമ്മൾ വയറ്റുപഴപ്പനാണ്. അതിന് നമുക്ക് അസൂയില്ല. ആരെന്ത് ചെയ്യാനും അസൂയില്ല. ചെയ്തോട്ടേന്നേ പറയുള്ളൂ. ഒറ്റ ആഗ്രഹമില്ല ദൈവം സഹായിച്ചിട്ട്. ഇതെങ്ങനെ പോയാൽ മതി, അസുഖമില്ലാണ്ട് ഈ ജോലി ചെയ്യാൻ വയ്ക്കണമെന്ന് ഒറ്റ ആഗ്രഹം. വേറെ ഒരാഗ്രഹമില്ല. പേരക്കുട്ടികളുടെ കല്യാണം കഴിയണം, അവർക്ക് കുട്ടികളാവണം. അത് വേറെ കുട്ടികളുടെ വലിയ കല്യാണം കഴിക്കും. ഇനിയിപ്പോൾ നമ്മളിങ്ങനെ പോവാം. അധികം ബുദ്ധിമുട്ടിക്കരുത്. ഇനി എന്താ പറയാനുള്ളത്? ഇനിയിപ്പോൾ കാര്യമായിട്ട് ഓർമ്മയിലൊന്നും വരണില്ല എനിക്ക്. അതാണ്. പോയി കഴിഞ്ഞാൽ ഇനി ഓർമ്മയുണ്ടാവുള്ളൂ. അപ്പോൾ പിന്നെ എന്താ പറയുക, അതാണ് കാര്യമായിട്ട്. ഇങ്ങനെ ഓർമ്മയിൽ വരില്ലേ എപ്പോഴെങ്കിലുമൊക്കെ ഇങ്ങനെ ഓർമ്മ ലേശം ഉണ്ട് എനിക്ക്. അത് കുറച്ച് ഈടായിട്ട് അങ്ങനെ കുറച്ചധികം തോന്നണം. എനിക്ക് പ്രയാസമായിട്ടൊന്നും തോന്നിയിട്ടില്ല. സന്തോഷമായിട്ടേ തോന്നിയിട്ടുള്ളൂ. ജോലി ചെയ്യാൻ വയ്ക്കണമല്ലോ എന്ന് മാത്രമേ വിചാരിക്കാറുള്ളൂ. ഇത് ഭയങ്കര ഇഷ്ടമാണ്. ഇതിൽ കച്ചവടത്തിനെ പറ്റി ഒരു വെറുപ്പോ നമ്മൾ നാലാൾ വരുമ്പോൾ ഒരു വെറുപ്പോ അങ്ങനെയൊന്നുമില്ല. അത് ഇഷ്ടമായിട്ട് തന്നെയുള്ളൂ. വിശപ്പിനല്ലേ വരിക. പൈസ തന്നിട്ടായാലും നമ്മൾ ഭക്ഷണം കിട്ടാനാണല്ലോ വരുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചൊരു വെറുപ്പൊന്നും ഉണ്ടായിട്ടില്ല. അതങ്ങനെയായിട്ട് നിലനിന്ന് പോകണമെന്ന് ഒരൊറ്റ വിചാരം തന്നെയുള്ളൂ. വേറൊന്നും വിചാരിക്കില്ല. മനസ്സിലായോ?